ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കണവ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ കണവ സീസൺ ആണല്ലോ. നമുക്ക് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും കണവ മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ കണവ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു മീഡിയം സൈസ് 4 കണവയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അമ്മ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഇതിത്ര ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇന്ന് ഫ്രീസറിൽ കയറ്റും. നാളെ കുക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരണം ഇട്ടാൽ മതി. കാരണം ലേറ്ററും നമ്മൾ ഇതിൽ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കണക്കുണ്ടാവുമല്ലോ, ഇതൊന്ന് ഫുള്ളി മാരിനേറ്റ് ആവാനുള്ള അത്രയും മസാലാസ് ഇടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച കണവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു ഹാഫ് കുക്ക് ആവുന്ന ടൈമിൽ ഞാനിവിടെ 2 സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തക്കാളി, ഇത്രയും ഒരു തക്കാളി കേട്ടോ, ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സൊക്കെ കുക്കാവുന്ന ടൈമിൽ ഇത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഈ റബ്ബർ ഫീലൊന്ന് മാറി ഇത് കുക്കാവുന്നത്. അപ്പോൾ അത് ആ ഒരു കുക്കിംഗ് സ്റ്റേജിൽ എത്തിയെന്ന് മനസ്സിലാകുമ്പോഴത്തേനും ബാക്കി മസാലാസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉലുവ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, അത് എരിവനുസരണം ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പൊന്ന് നോക്കുക കേട്ടോ ഇടയ്ക്ക്. കാരണം എനിക്ക് ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഫൈനൽ ഇത് എത്തുന്ന വരെ ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ അമ്മ വന്ന് നോക്കുമ്പോഴും ഉപ്പ് കുറവായിട്ട് തോന്നി. അമ്മ ആഡ് ചെയ്യും, ഞാൻ ആഡ് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉപ്പ് കൂടി നോക്കിയിട്ട് ഇതെല്ലാം നല്ലോണം കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം കുക്കായി എന്ന് മനസ്സിലാവുന്ന ടൈമിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടും ആക്ച്വലി ഇത് എൻ്റെ പുതിയ പാനാണ്. ഇതുവരെ കുക്ക് ചെയ്തപ്പോൾ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്തോ ഈ പ്രാവശ്യം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത് അടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഓയിലിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടാണോ എന്നറിയില്ല. കാരണം ഇവിടെ നമ്മൾ ഒരു മിനിമൽ രീതിയിൽ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈവൻ വേറെ കറീസൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം പണി തന്നിട്ടുണ്ട് പാൻ. ഇത് മസാല എല്ലാം അടിയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ബെസ്റ്റ് ചട്ടി, പിന്നെ നല്ല നോൺ സ്റ്റിക്ക് പാത്രം, അതൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഇൻഗ്രീഡിയൻ്റായ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുക്കായി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പാൻ അടിയിൽ പിടിച്ചുകൊണ്ട് തന്നെ വേറൊരു പാനിലോട്ട് അമ്മ അത് മാറ്റിയിട്ട് അതിലിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അപാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്താണ് കുറച്ച് ഹെൽത്തി എന്നൊക്കെ പറയാം. നമ്മൾ ഫ്രൈ ചെയ്തതിനെക്കാട്ടിലും ബെറ്ററാണ്. അധികം ഓയിൽ എടുക്കുന്നില്ലല്ലോ. പിന്നെ ഓയിലിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ആൻഡ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേട്ടോ.